കിടപ്പ് രോഗികളാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനേക്കാളും നല്ല സൗകര്യമാണ് ഇവിടെ. മരണത്തിന് ഇന്ന് മരിച്ചാൽ പോലും നമ്മൾ സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ ഇവിടെ വന്നിട്ട് വേണം പോകാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള വിചാരിക്കും, ഓ എന്തിനാണ് ഇപ്പം ആ ധ്യാനം കൂടുന്നത്, മരിക്കണ മുമ്പ് മരിക്കണമെങ്കിൽ ഇവിടെ വീട്ടിൽ കിടന്ന് മരിച്ചാൽ അല്ല, ഇവിടെയാണ് ഏറ്റവും വലിയ സ്വർഗരാജ്യം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഈശോ, നമ്മുടെ വീട്ടിൽ ഈശോ ഇല്ലെന്നല്ല പറയണേ, എപ്പോഴും ഈശോ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആലയമാണിത്. അപ്പൊ എപ്പോഴും അവരെ കരുതുന്നവനാണ്, കാക്കുന്നവനാണ്, എപ്പോഴും ചേർത്ത് പിടിക്കുന്നവനാണ്. അപ്പോൾ നമ്മളും അത് തന്നെ മരണസമയത്ത് ആശീർവാദം. കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് സൈത്ത് തൊട്ട് ഇപ്പം മരിച്ചു പോയാൽ മതി, ഞാൻ അവസാന നിമിഷത്തിൽ ഒന്നും കിട്ടണ്ട, ഇത് മതി എന്നുള്ള രീതിയിലാണ്. ഇപ്പം കഴിഞ്ഞ കൊല്ലവും അതുപോലെ സൈത്ത് തൊട്ട് ഈ കൊല്ലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ വർഷം വന്നപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പാടില്ലായിരുന്നു, വാക്കറില്ല നടന്നു. ആ വാക്കർ അച്ഛൻ എന്നോട് പറഞ്ഞു നടന്നിങ്ങാട് പോരാൻ പറഞ്ഞു. ഞാൻ നടന്നങ്ങാട് ചെന്ന് അങ്ങനെ സുഖപ്പെട്ടാണ് ഞാൻ. അന്ന് തുടങ്ങി ഇന്നേ വരെ ഈ ധ്യാനം വെച്ചാൽ എല്ലാവരും ഞാൻ കുറേ പേരോട് പറഞ്ഞു വാ എന്ന് പറഞ്ഞ ആൾക്കാർ, പിന്നെ ഈ പാടില്ലാത്ത ആൾക്കാർ അവിടെ പോണ, ഈ പാടില്ലാത്ത ആൾക്കാർ വീട്ടിൽ നമ്മളെ ശുശ്രൂഷിക്കുന്നവർക്ക് ഇത്തിരി വലിപ്പും വിളിപ്പും ഒക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അവരവിടെ ഇവിടെ കൃത്യമായ സമയത്ത് കുളിപ്പിക്കും, ഉടുപ്പിക്കും, നമുക്ക് ഭക്ഷണം തരും, എല്ലാം തരും, ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ ഇവിടെ നിന്ന് ചെന്നേച്ചും നമുക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര മടിയായിരിക്കും. ഇവിടെ ആണെങ്കിൽ സുഖമാണ്. അത് ഇവിടെ എനിക്ക് മാത്രമല്ല കേട്ടാ, ഇവിടെ അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഓരോ പ്രാവശ്യം വന്നവർ, അവർ ആകാംക്ഷയോടെ കാത്തിരിക്കണം എപ്പോഴാണ് ഈ ധ്യാനം, എപ്പോഴാണ് ഈ പ്രാർത്ഥന എന്ന്. അതുപോലെ വിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. സൈത്തും തൊട്ടാണ് നമ്മളെ വിടുന്നത്. ഇനി വന്നില്ലെങ്കിൽ മരണസമയത്ത് നമുക്ക് ദിവ്യകാരണം സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ സൈത്ത് കൊണ്ട് തന്നെ നമുക്ക് വിശുദ്ധമായി ജീവിക്കാൻ സാധിക്കും.